ഞാനിപ്പോൾ പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിലാണ്. അപ്പം നമുക്ക് സെൻട്രൽ ജംഗ്ഷൻ ഒന്ന് കണ്ടാലോ? രാജൻ ടെക്സ്റ്റൈൽസ്. ഈ രാജന്റെ പാർക്കിംഗ് ഉണ്ടല്ലോ, അത് നീ കൊണ്ട് വണ്ടി എത്രയുണ്ടോ? നോക്കി, അടിപൊളിയാ. ചെടിയൊക്കെ നട്ട് അടിപൊളിയാ. ഞാൻ ഇന്നാളെ ഓർത്താ ദേവുനെ കൊണ്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കണം. അങ്ങനെ ഞങ്ങൾ നടന്ന് പോസ്റ്റ് ഓഫീസിന്റെ അവിടെ. അപ്പൊ നമുക്ക് പോസ്റ്റ് ഓഫീസ് ഒന്ന് കണ്ടാലോ? ഞങ്ങളെന്ന് പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരുണ്ട്. ഞങ്ങൾ ഈ നടന്ന് പോകുന്നത് ഇവിടെ ഹോണ്ടായുടെ ഷോറൂമില്ലേ, മുത്തൂറ്റ് ഹോണ്ടായി പോവാം. ഹെൽമെറ്റൊക്കെ ഉണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ചുരുളിക്കോട്ട് നിന്ന് ഞങ്ങൾക്ക് പ്രിയദർശിനി കിട്ടി. ഞങ്ങളവിടെ കുറേ നേരം കൊണ്ട് നിൽക്കുമായിരുന്നേ. അപ്പം നിന്നപ്പം ഞായറാഴ്ചയല്ലേ, ബസ്സൊക്കെ കുറവ്. കൊണ്ടുവന്ന് നിർത്തിയത് പ്രിയദർശിനിയാണ്. പ്രിയദർശിനിയുടെ ഭാഗമാകാൻ പറ്റി. അപ്പം അങ്ങനെ നടന്ന് നമ്മൾ വൈശാലിയുടെ അവിടെ ആയി. ഇനിയുണ്ട് കുറെ ഇല്ലയോ? ഇനി എത്രയുണ്ട്? ഇവര് ഈ വെയിറ്റ് ഷർട്ട് എല്ലാം നന്നാക്കും. യെസ് ബാങ്ക്. എന്തോ ബാങ്ക് അടി? ഇത് ഞാൻ ആദ്യമായിട്ട് കാണാം. യെസ് ബാങ്ക് കൊള്ളായില്ലേ? ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ, ഓറഞ്ച് വെഡിങ് സ്റ്റോറ്, മലബാർ ഗോൾഡ്, ഉടുപ്പി പാലസ് ഹോട്ടൽ. അങ്ങനെ ഈ വഴിയാണ് ഞാൻ എന്നും പോന്നെ, ദേവുനെ കൊണ്ടൊക്കെ സ്കൂളിൽ. ഞങ്ങൾ രാവിലെ പോകുന്ന റൂട്ടാണിത്. പക്ഷെ അന്നതൊന്നും വീഡിയോ എടുക്കാൻ നടക്കത്തില്ല, ധൃതി വെച്ചായിരിക്കും പോകുന്നത്. പണ്ടൊക്കെ നടന്നിട്ടുണ്ട് ഇങ്ങനെ. വണ്ടിയായ പിന്നെ വണ്ടിയെ കയറി അങ്ങ് പോക്കാണ്. അങ്ങനെ നടന്ന് ഞങ്ങള് കരിക്കിനേറ്റിന്റെ ഭാഗമായി. ഞാൻ കരിക്കിനേറ്റ് ജോലി ചെയ്തിട്ടില്ല കേട്ടോ. ഫസ്റ്റ് മഴ വീണു. അങ്ങനെ മഴ വീണു ഗൈസ്. ഞങ്ങളുടെ കൂടെ വേറൊരാള് ഓടി തോണ്ടിരിക്കുന്നത്. അങ്ങനെ പത്തനംതിട്ടയിലെ മഴയും നനഞ്ഞു. അതിശക്തമായിട്ടുള്ള മഴയാണ് ഞങ്ങളിവിടെ കയറി നിൽക്കുകയാണ് ഗൈസ്. തൊട്ടടുത്താണ് ഹോണ്ടയുടെ ഷോറൂം. ഇവിടെ വന്നപ്പോൾ മഴ പെയ്തു. പിന്നെ കുടയുണ്ട്, പക്ഷെ ഇത്രയും വലിയ മഴയത്ത് കുടക്ക് പോയാൽ ഞങ്ങൾ നനയും. കാങ്കുന്ന് പള്ളി അല്ലേ?